Hello friends, Assalamu alaikum. Welcome back to my YouTube channel. ഇന്നത്തെ റെസിപ്പി മലബാർ സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ്. റവ പായസം, തരിക്കഞ്ഞി, തരി കാച്ചിയത് എന്നൊക്കെ പറയും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മൾ ഇഫ്താർ വേളയിൽ അധിക പേരും തയ്യാറാക്കുന്ന ഈ തരിക്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് രണ്ട് വിധത്തിൽ നമ്മൾ തയ്യാറാക്കാറുണ്ട്. തേങ്ങാപ്പാൽ വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാറുണ്ട്, സാധാരണ പശുവിൻ പാൽ വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാറുണ്ട്. ഞാൻ ഇന്ന് പശുവിൻ പാൽ വെച്ചിട്ടാണ് ഈ റവക്കഞ്ഞി തയ്യാറാക്കിയെടുക്കുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഈ ഇഫ്താറിന് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ തരിക്കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ തരി കാച്ചിയത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സോസ് പാനിലോട്ട് 2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ചെറിയ കഷ്ണം പട്ടയും 2 ഏലക്കായ അതുപോലെ 2 ഗ്രാമ്പൂ ഇവ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. റവ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം, അതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ്. റോസ്റ്റ് ചെയ്യാതെയും നമുക്ക് റവ എടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇടയ്ക്കിടെ ഇതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഒന്ന് തിക്കായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ 5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് മിൽക്കാണ് ചേർക്കുന്നത്. ആദ്യം 1 കപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്കിയുള്ള 1 കപ്പ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടൊന്ന് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ 2 ചിറ്റുള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ ഇതിലോട്ട് അല്പം കാഷ്യൂ നട്ട്സും റൈസൻസും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ച തരിക്കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തരിക്കഞ്ഞി തന്നെയാണിത്. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഞാൻ ചേർത്തിരിക്കുന്ന പശുവിൻ പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങയുടെ 2ാം പാലിലാണ് റവ വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ കാഷ്യൂ നട്ട്സും റൈസൻസും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് അല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. കണ്ടല്ലോ, അല്പം തണുത്ത് വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നല്ല ലൂസോട് കൂടി തന്നെ നമ്മൾ അടുപ്പിൽ നിന്നും ഇറക്കി വെക്കണം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റവക്കഞ്ഞി, അതായത് തരി കാച്ചിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കണ്ട. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത റംസാൻ റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.